ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഓരോരുത്തർക്കുമുള്ള ഡൗട്ട്സ് എല്ലാം നമ്മൾ ഓരോ വീഡിയോസായിട്ട് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് LBSൽ രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 20-ാം തീയതിയാണ്. 20-ാം തീയതിക്ക് ശേഷം എന്നാണ് കറക്ഷൻ ഡേറ്റ് എന്നുള്ളത് പുതിയ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അതിന് ശേഷം വരുന്നത് റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റാങ്ക് ലിസ്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. നമുക്ക് രണ്ട് രീതിയിലായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഒന്ന് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, അത് കഴിഞ്ഞിട്ടായിരിക്കും മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നത്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റാങ്ക് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും അതുപോലെ തന്നെ കാറ്റഗറി റാങ്കും മനസ്സിലാക്കാൻ പറ്റും. അതായത് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് വെച്ച് ഓവറോൾ എല്ലാ കാറ്റഗറിയും കൂടെ ബേസ് ചെയ്തിട്ടുള്ള റാങ്കാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. കാറ്റഗറി റാങ്ക് എന്ന് പറഞ്ഞ് തിരിച്ച് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടാകും. അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നതുമാണ്. ആ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം കാറ്റഗറി സ്റ്റുഡൻസ് മാത്രം വെച്ചിട്ട് അവരുടെ മാർക്ക് വെച്ചിട്ടൊരു റാങ്ക്, EWS കാറ്റഗറി സ്റ്റുഡൻസ് മാത്രം വെച്ചിട്ട് അവരുടെ മാർക്ക് വെച്ചിട്ടുള്ള റാങ്ക്, അതുപോലെ SC ST OBC മൈനോറിറ്റി ഇവരുടെ എല്ലാം മാർക്ക് വെച്ചിട്ട് സെപ്പറേറ്റ് കാറ്റഗറി ബേസ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഇതാണ് ഈ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും കാറ്റഗറി റിസർവേഷൻ അനുസരിച്ച് അഡ്മിഷൻ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്ര, നമ്മുടെ കാറ്റഗറി റാങ്ക് എത്ര, ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞ് അടുത്ത വരുന്നത് മെയിൻ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. ഈ മെയിൻ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും ചിലപ്പോൾ റാങ്കുകൾ ഡിഫറൻ്റ് ആയിട്ട് വന്നേക്കാം. സെയിം റാങ്ക് തന്നെ വരണമെന്ന് നിർബന്ധമില്ല, ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ മെയിൻ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്കുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണ്, അതുപോലെ കാറ്റഗറി റാങ്ക് എത്രയാണ്, ഇത് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് എല്ലാവർക്കും സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആയിരിക്കും. കാറ്റഗറി റാങ്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നതാണ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അത് കഴിഞ്ഞിട്ടായിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.